നിന്നെ ഇഷ്ടമല്ല. അക്കു, നിനക്ക് ആ പേര് എവിടെ നിന്ന് കിട്ടി? None of your business. None of my business, huh? മാറി നിക്ക്. അല്ലേ തന്നെ വന്നു എനിക്കിപ്പോ കൺട്രോൾ ചെയ്യാൻ മാറി നിക്കണോ? നിനക്ക് ആ പേര് അവിടെ നിന്ന് കിട്ടിയെന്ന്. ഇപ്പളെ കൊല്ലോ എന്നെ. എന്താടി താനിന്നലെ ഇവിടെ ഇരുന്നു? ഞാൻ ഒറ്റയ്ക്കാണെന്ന് അറിയാലോ. ഞാൻ എന്തേലും കുറച്ചൊക്കെ ചെയ്തിരുന്നെങ്കിൽ. എന്തുണ്ടായി? ഒന്നുമില്ല, ചുമ്മാ പറ. ഒരു ജസ്റ്റ് കിസ്. അത് ഞാൻ അറിയാതെ ദയവായിട്ട് എനിക്ക് അക്കൊന്ന് വെച്ചു. അക്കോന്നോ? നിനക്ക് ഈ പേര് അവിടെ നിന്നിട്ട്? അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ബ്ലോക്ക് കിട്ടിയടി. പുറത്തുണ്ടായിന്. അപ്പൊ കരണ്ട് കളഞ്ഞ ചന്തവരനാണല്ലേ? ചെറുതായിട്ട്. ആ ചെറുതായിട്ട് ഉള്ളതിനെ ഇപ്പൊ താഴത്തോട്ട് ഇറങ്ങി വരുമല്ലോ, അപ്പൊ കിട്ടിക്കോളും. എങ്ങനെ മനസ്സിലായി? അത് ബാക്കിയെല്ലാ വീട്ടിലും കരണ്ട് ഉണ്ട്, ഇവിടെ മാത്രം കരണ്ടില്ല. എന്നാ പിന്നെ ഞാൻ വിളിച്ചപ്പോഴെങ്കിലും എടുക്കായിരുന്നില്ലേ? സോറി. ഡാ, നീ എവിടെ പോയി കിടന്നേച്ച്? നിന്നോടല്ലേ ഇവിടെ നോക്കാൻ പറഞ്ഞേച്ച്? ബ്ലോക്ക് ആയി പോയില്ലേ? അതല്ല, ഇവിടെ എന്റെ ഭാര്യയാണോ അതോ നിന്റെ ആണോ? 2 ടൈമിന് വീരവാദം മുഴക്കണുണ്ടായാലോ. ഇവിടെ എന്റെ ഭാര്യയാണ്, സോ ഇതിൽ ആരും ഇടപെടണ്ട എന്നൊക്കെയായിരുന്നല്ലോ. ഇപ്പൊ എന്ത്? അത് ഇനി ഇപ്പൊ തന്നെ ഞാനിവിടെ നോക്കണമെങ്കിൽ തന്നെ നീ അവക്ക് ഡിവോഴ്സ് കൊടുക്ക്, എന്നിട്ട് ഞാൻ കെട്ടിക്കോളാം, എന്നിട്ട് ഞാൻ നോക്കിക്കോളാം. എന്തേ? മതിയോ? നോക്കണോ? ഞാൻ കിട്ടില്ലാട്ടോ. പിന്നെ ഞാൻ കെട്ടണ പോലെ പോയേടി. ഞാനാണെന്ന് ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞേ. അതിന്റെ നീ എന്റെ കുഞ്ഞു പറഞ്ഞാടി. അല്ലപ്പോ എപ്പോഴാ ഇന്നലെ വീട്ടിൽ കയറി? ഞാൻ അവൻ കയറിയപ്പോ തന്നെ കയറി. അപ്പോ 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 അപ്പൊ എന്താ? അപ്പോ ഇരുട്ടത്ത് ഞങ്ങള് പേടിച്ചത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. സോറി സോറി സോറി. അല്ലേ തന്നെ മനുഷ്യ പകുതി ജീവൻ ഉണ്ടായുള്ളൂ, അതിന്റെ ഇടയിലാണ്. അതുകൊണ്ട് ഇപ്പൊ എന്തോ കിസ് കിട്ടില്ലേ? നീ അമ്പലത്തിൽ പോ. റെഡിയായോ? നെത്തി എന്തേ? ചേച്ചി റെഡി ആവണേ ഉള്ളൂ. ദേവേട്ട ഞാനൊന്ന് ലേറ്റ് ആവുകയെ വരാൻ. ദേവേട്ട What? How was it? Not good. ലേറ്റ് ആയത് അധികം. ആഫ്റ്റർ ലഞ്ച് ന്യൂ പ്രൊജക്ടിന്റെ മീറ്റിംഗ് ഉള്ളതാ. എന്താണ് സാരിയൊക്കെ എടുത്തിട്ട്? വെറുതെ മോർണിംഗ് അമ്പലത്തിൽ പോയപ്പോ ഉടുത്തെ മാറ്റിയിട്ട് വരാന്ന് വെച്ചപ്പോ നിങ്ങളുടെ സാർ എന്നോട് പറഞ്ഞു ലേറ്റ് ആവരുതെന്ന്.
മീറ്റിംഗ് ഉണ്ട്. സോ വീട്ടിൽ കയറിട്ട് മാറാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. കൊള്ളാം എന്തായാലും. യെസ് യെസ്. സാറെന്താ പറഞ്ഞു നോട്ട് ഗുഡ് അങ്ങനെ പറഞ്ഞു. യു ലുക്സ് പ്രിറ്റി. താങ്ക് യു. നല്ല ശൈലുണ്ട്. സാരി സ്ഥിരാക്കിക്കോടെ. നോ. വൈ? എപ്പോഴും ഇട്ടാലേ ഈ കോംപ്ലിമെന്റ്സ് ഒന്നും കിട്ടില്ല. എനിക്ക് മടക്കില്ല. ഹലോ സർ, കം ടു മൈ ക്യാബിൻ റൈറ്റ് നൗ. ഡോണ്ട് ലേറ്റ്. ഓക്കെ സാർ. എന്താ സാറ് കലപ്പിലാണെന്ന് തോന്നുന്നു. ഞാൻ ചെല്ലട്ടെ, ലേറ്റ് ആവില്ലെന്നാ പറഞ്ഞേ. യെസ്. താൻ നല്ല ലൂസ് ടോക്കിംഗ് ആണല്ലോ. എല്ലാവരും ജോലിയുടെ ടൈമാണ് താൻ കളയുന്നത്. ഞാൻ അവർക്ക് ലൂസ് ടോക്ക് ചെയ്യണതിനല്ല സാലറി കൊടുക്കുന്നത്, തനിക്കും ജോലി ചെയ്യാനാണ്. ആൻഡ് സോറി സർ. ഇനി നീ ഓഫീസിൽ സാരി കൊടുക്കാൻ പാടില്ല. ഗോട്ട് ഇറ്റ്. ഞാൻ പറയണത് അങ്ങോട്ട് കേട്ടാ മതി. അതൊന്നും പറ്റില്ല. പെട്ടെന്ന് താൻ എന്നോട് ഒരു ദിവസം വന്നിട്ട് തുണില്ല നടക്കൂല എന്ന് പറയുന്നു. ആരുണ്ട്? That's mine, so I didn't. You look so gorgeous, so don't wear it, okay? Get out. What? ഇറങ്ങിപ്പോടി. പണി എടുക്കുകയില്ല, എടുക്കണവരെ കൊണ്ടിരിക്കാൻ സമ്മതിക്കുകയില്ല. ഇതിന് കാര്യമായിട്ട് എന്താ പറ്റിയിട്ടുണ്ടോ? ക്യാബിനിൽ പോയിട്ട് വന്നപ്പോഴേക്കും ചുമന്നല്ല. എന്താണ് സാറ് മധുര സാധനം തന്നു. ഒരു 5 മിനിറ്റ് വേണ്ടാത്തിരിക്കാൻ എന്തെങ്കിലും തന്നു. എന്റെ കിഡ്നി വല്ല വേണോ നിനക്ക്? എന്റെ ചീത്ത പറഞ്ഞു. ഞാൻ ലൂസ് ടോക്കറാണ്, നിങ്ങളെ വഷളാക്കണം, ഞാനാണ്, ജോലി ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. ഇടിക്കണം വേണം. ഞാൻ ചോദിച്ചോളൂ. അപ്പൊ തന്നെ നീ സമ്മതിക്കുന്നത് പോയിട്ട് നീ കൊള്ളാലേ ഡിസൈൻ. കൊള്ളാൻ നല്ല രസമുണ്ട്. അപ്പോ ഞാൻ പറയണോണ്ടൊന്നും തോന്നല്ലേ? എന്താണ്? ആ കായിന്റെ സ്വഭാവം അത്ര ശരിയല്ലാട്ടാ. എന്താണ് നിനക്കിപ്പോ അങ്ങനെ തോന്നാൻ? ഇപ്പോഴല്ല, അവൻ വന്നപ്പോ തൊട്ട് എനിക്ക് ഫീൽ ആയതാ നിന്നോടുള്ള ബിഹേവ്. യെസ് സംതിങ് നിന്നോട് ലവ് അടിച്ചു തോന്നുന്നു. അങ്ങനൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവാതെ സൂക്ഷിച്ചോ. ദേവ, നീ അപ്പനെ വിളിച്ചായിരുന്നോ? ഇല്ല. എന്തായി? ഈ പൊട്ടനാണെങ്കി അവക്ക് ആ ബ്രേക്കില്ലാത്ത വണ്ടിയാ കൊടുത്തു വിട്ടേക്കണേ. ഏട്ടാ അങ്ങനെയല്ല. ചേച്ചി എന്റെ അടുത്ത് വന്നിട്ട് വീട്ടിൽ പോകാനായിട്ട് വണ്ടി ഉണ്ടോന്ന് ചോദിച്ചു. ഞാനപ്പോ സ്കൂട്ടർ എടുത്ത് കൊടുത്തു. ചേച്ചി പോയി കഴിഞ്ഞിട്ട് ഞാൻ ഓർത്ത് അതിനും ബ്രേക്ക് ഇല്ലാന്ന്. ചേച്ചിനെ വിളിച്ചിട്ടാണെങ്കിൽ ഇപ്പൊ കിട്ടണില്ല. ടെൻഷനാണ്. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. നിനക്കെന്താ വിളിച്ചെടുത്ത ആ മാമത്തിൽ പിന്നെ എന്തിനാ നീ കൊണ്ടു നടക്കണേ? എത്ര പ്രാവശ്യം വിളിക്കണം നിന്നെ? ഒരു കാര്യത്തിന് വിളിച്ചാലും കിട്ടില്ല. യൂസ് നീയല്ലേ പറഞ്ഞേ രാമേ നല്ല പയ്യനാണെന്നൊക്കെ. ഇപ്പൊ എന്താ ഇങ്ങനെ പെരുമാറുന്നേ? അവിടെയും ഇങ്ങനെ തന്നെയാണോ? ചുമ്മാ തിരി എന്റെ അമ്മായി, എന്തേലും ഉണ്ടാവും. എന്നാലും ഇങ്ങനെയാണോ ഒച്ചയും ബേളവും ആൾക്കാരെ പോലും നോക്കാതെ? നീ എന്ത് വിശ്വസിച്ചാ നിന്റെ കൊച്ചിനെ അവിടെ നിർത്തിയേക്കുന്നേ? ദേവേട്ടാ സോറി, ഫോൺ റൂമിലാണ്, കേട്ടില്ല. നീ എങ്ങനെയാ വന്നേ? എന്തേലും പറ്റിയോ? സ്കൂട്ടിക്ക് എന്താ ചെറിയ ബ്രേക്ക് കുറവുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാനത് ഒരു സൈഡിൽ വെച്ചിട്ട് പിന്നെ ഓട്ടോക്കാ വന്നേ. അമ്മ കുറെ വിളിച്ചിട്ടുണ്ടായി, നിന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു. ടെൻഷനിലാണ്. ഞാന് അമ്മേനെ വിളിച്ചോളാം. എന്റെ അച്ഛനൊക്കെ അവിടെ ഒന്ന് നോക്കണുണ്ടായി, അതുകൊണ്ടാ. സോറി. എന്റെ മോളെ അമ്മ നന്നായിട്ടാ നോക്കണേന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഉമ്മ കൊടുത്താ എങ്ങനെ വിശ്വസിക്കാം? അപ്പൊ മോൻ എന്താ വന്നേ? വെള്ളം പോലും കൊടുക്കാൻ പറ്റിയില്ല. അതച്ഛാ ഞാൻ ഇറങ്ങിയത് സ്കൂട്ടറിലാണെന്ന് പറഞ്ഞില്ലേ, അതിന് ബ്രേക്ക് ഉണ്ടായില്ലായിരുന്നല്ലോ. അപ്പൊ എന്നെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ട് ടെൻഷനായി എല്ലാവരും. അങ്ങനെ വന്നേ. ഞാൻ പറഞ്ഞില്ല അമ്മായി എന്തേലും ഉണ്ടാവുന്നു. ഞാൻ ഇപ്പൊ വരാവേ.
ഹലോ, ഞാൻ പറഞ്ഞായിരുന്നു. വന്നോ അപ്പൊ അവൻ ഇത്ര പെട്ടെന്നോ? വന്ന് കുറച്ച് ചീത്ത വിളിച്ച് തിരിച്ചു പോയി. ചീത്ത വിളിച്ചോ? എന്തിന്? ഫോണൊക്കെ എന്തിനാ എന്നൊക്കെ ചോദിച്ചു. വിളിച്ചാലും എടുക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഈ പ്ലാൻ ഏറ്റില്ല അപ്പോ? ആ പിന്നെ നേരെ കയറി വന്ന് പറഞ്ഞത് തന്നെയാണല്ലോ. കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. ഇവിടെയാണെ അമ്മായി വന്നിട്ടുണ്ട്. എല്ലാവരും മുമ്പ് വെച്ചാ പറഞ്ഞു. എന്നിട്ട് ഇറങ്ങിപ്പോയി. അത് മോശമായി പോയി. എടി വെച്ചോ, അവൻ വന്നു. എവിടെ പോയി ദേവാ? ജസ്റ്റ് പുറത്തു പോയി. ആ ആ ആ അപ്പോ താൻ ഫ്രീ ആണോ? അതെ. അവരോ? അവര് വർക്കില്ല. എനിക്കിപ്പോഴാ ലഞ്ച് കഴിക്കാനായിട്ട് ടൈം കിട്ടി. ആ എന്തായി പറഞ്ഞു? അത് ഞാൻ വളച്ചിട്ടില്ലാത്ത കാര്യം പറയാം. എനിക്ക് തന്നെ ഇഷ്ടമാണ്. എങ്ങനെ എപ്പോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. ബട്ട് അതൊരു നല്ല ഫ്രണ്ട് എന്ന പേരിലാണ്, അല്ലാതെ ലവിലല്ല. ആൻഡ് ഞാൻ മാരീഡ് ആണ്. സോ ഇത് പറഞ്ഞു ഇനി എന്റെ പുറകെ വരണ്ട. മാരീഡ് അല്ലായിരുന്നെങ്കിൽ ഒക്കെ ആയിരുന്നു. നോ, ഇനി ഈ ടോപ്പിക്ക് വേണ്ട, വിട്ടേക്ക്. ഞാൻ പോകുക, കുറച്ച് വർക്കുണ്ട്. കഴിഞ്ഞോ? സാർ വർക്ക് ടൈമിൽ വർക്ക് ചെയ്താൽ മതി. ഓക്കെ, ഗോ. കം ടു മൈ ക്യാബിൻ. സാർ, ഇന്ന് ക്യാൻറ്റീനിൽ വെച്ച് ഇപ്പം തരും. എന്ത്? ഹായ്. You are mine, okay? എന്താ ഇനി വേണോ? ഇങ്ങേർക്കിതെന്ത് പറ്റി? ഞാനിനി വല്ല സ്വപ്നത്തിലാണോ? അപ്പോ എന്തായി? സോറി, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ. പഴയ പോലെ ഫ്രണ്ട്സ് ആയിട്ടിരിക്കും പ്ലീസ്. എന്റെ ഒരു സമാധാനത്തിന് ഞാനിന്ന് ട്രീറ്റ് തരാം. അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ ഒരു സോറി ആയിട്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്ലീസ് നോ മാത്രം പറയില്ലേ പ്ലീസ്. അപ്പോ ഇന്ന് ഈവനിങ് ഞാൻ കൊണ്ടുപോവാം എന്റെ വീട്ടില്. വീട്ടിലോ? എന്റെ പാരന്റ്സ് ഒക്കെ ഉണ്ട്. ഞാൻ മമ്മിയോട് പറഞ്ഞേക്കാം ഫുഡ് ഉണ്ടാക്കാൻ. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തേക്കാം. എന്നാലും വരാൻ പറ്റില്ല എന്ന് മാത്രം ഇനി പറയല്ലേ പ്ലീസ്. ഓക്കെ. എന്താണ് മാഡം ആലോചനയ്ക്ക്? സോപ്പ് ഇന്ന് അവന്റെ ഒപ്പം പോവുകയാണോ? ബട്ട് എനിക്കെന്തോ റോങ് അടിക്കണം. നീ മറ്റേ എമർജൻസി അലേർട്ട് ഓൺ ആക്കിട്ടേക്ക്. എനിക്ക് ഞാൻ എന്തായാലും ഉണ്ടെങ്കിൽ വരാം. അപ്പൊ പോവാം. സൂക്ഷിച്ചു പോ. ഓക്കെ. വാ ഇറങ്ങ. എനിക്കിതൊരു വയ്യായിക പോലെ. വേറെ ഡേ കയറാം. ഇവിടെ വരെ വന്നല്ലേ, അകത്തേക്ക് കയറിയിട്ട് റെസ്റ്റ് എടുത്തു. എന്താ ആരുമില്ലാത്ത? മമ്മി ഉണ്ടാവുന്നു പറഞ്ഞു. സോ വിശ്വസിച്ചു? കളിക്കല്ല, എനിക്ക് വീട്ടിൽ പോണം. അങ്ങനെ പോയാലോ മാഡം? ശ്രേയ, കൈ വീട് തന്നെ. എമർജൻസി. ബട്ട് എനിക്കൊരു വീട് എവിടെയെന്ന് അറിയില്ല. ഷിറ്റ്, ഇനി എന്ത് ചെയ്യും? ദേവസ, എമർജൻസി അലേർട്ടോ? വാട്ട്? ഹോ? അപ്പോ അവളെവിടെ? അമ്മ, അമ്മ. എന്താടാ? അപ്പോ എവിടെ? വന്നിട്ടില്ലല്ലോ. വൈകുന്നു വല്ല പറഞ്ഞായിരുന്നു? ഇല്ല. യെസ് ജോൺ. സാറിന്റെ കയ്യിൽ കായിന്റെ അഡ്രസ് ഇല്ലേ? നോ വൈ. സാർ റെസ്യൂമിലുണ്ടാവും. അവന്റെ അഡ്രസ് കിട്ടിയിട്ട് നിനക്കെന്തിനാ? ആൻഡ് അർപ്പിത നിങ്ങളുടെ കൂടെ ഉണ്ടോ? അവള് അവന്റെ ഒപ്പമാണ് സാർ. എനിക്കിപ്പോ അവളുടെ കയ്യിൽ നിന്ന് എമർജൻസി അലേർട്ട് വന്നു സാർ. പെട്ടെന്ന് നോക്കൂ സാർ. സാർ ഹലോ, ഇനി എന്ത് ചെയ്യും? ദേവ, കായ് വീട്ടെന്നെ പ്ലീസ്. നോ, നീ എന്നെ ഫീൽ ചെയ്യ് ഫസ്റ്റ്, എന്നിട്ട് ഞാൻ നിന്നെ വിടാം. സോറി അപ്പു, എനിക്ക് ദേവത വേണം. സോ നീ അവന്റെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് ഈ കടങ്ങൾ ചെയ്തേ പറ്റൂ. കൊണ്ടുപോക്കോ ഓളെ. എന്താന്ന് വെച്ചാൽ ചെയ്യുന്നേ. കായ് നോ പ്ലീസ്, നോ.
മടി, നീ എന്തിവിടെ? അർപ്പിതോടെ നോ പ്ലീസ് വീട്. ഖായ് നിനക്ക് എന്റെ പിന്നിൽ തന്നെ വേണോലേടാ. സോറി. ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് ക്രൈ. ഞാനുണ്ട്. ഇനി നീ എന്റെ പുറകെ വന്ന ശ്രേയ, ഇതായിരിക്കില്ല എന്റെ സ്വഭാവം. ഇനി എന്ത് ചെയ്യും? ഹലോ, കാർ നമ്പർ KL07125. ആരെയും വെച്ചേക്കണ്ട, തീർത്തേക്ക്. ഹേയ് ശ്രേയ, ഇത് ഞാൻ കൂട്ടു നിൽക്കില്ല. ഒരാളെ കൊല്ലാനും വേണ്ടുന്നവരെന്താ എന്നോട് ചെയ്ത്? ആരും വേണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നീ എന്തിനാ അവന്റെ ഒപ്പം പോവാൻ? സോറി. ഇറ്റ്സ് ഓക്കെ. ഐ ലവ് യു. ഇതെന്താ തിരിച്ചു പറയില്ലേ? നോ. വൈ? ഫസ്റ്റ് എനിക്ക് പോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചിട്ടോ, അതായത് നോക്കാം. എന്നെ കൊറേട്ട് പട്ടി ഒളിപ്പിച്ചാലോ. ഓക്കെ. അപ്പോ ദേവാ, ഒന്നുമില്ല. എന്തു പറ്റിയതാ? എന്തായിടാ? ആർക്കില്ല, എനിക്ക് ഇത് വണ്ടി വന്നിടിച്ചത്. നമ്പർ നോക്കിയോ? ഇല്ല. ഡോക്ടർ എന്താ പറഞ്ഞേ? വന്നിട്ടില്ല. ഞാൻ കാരണം പിന്നെ ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരോടും ദേവ എന്തിനെ ചെയ്യണേ? അമ്മ, ഞാൻ എന്താ അതിനു വേണ്ടി ചെയ്ത്? നീ ഒന്നും ചെയ്തിട്ടില്ല ദേവ. എനിക്ക് പറ്റുന്നില്ല അമ്മ. ആരാ അർപ്പിതയുടെ ഹസ്ബൻഡ്? ഞാനാ ഡോക്ടർ. സോറി. എനിക്ക് കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അമ്മയുടെ കാര്യം കുറച്ച് സീരിയസ് ആണ്. എന്തായാലും ഞാൻ നോക്കിയിട്ട് പറയാം. കുഞ്ഞു, അമ്മനെ നീയാണ്, നീ തന്നെയാണ് ബോധമില്ലാതെ. ബട്ട് അമ്മ, നീ ഒരുടെ കുടിച്ചിട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കിയെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ ദേവ? അത് മുതലാക്കി നീ എന്റെ ചേട്ടനെ പറയാൻ തന്നെ എനിക്ക് ഉടുപ്പാകും. ഞാൻ റൂമിൽ പോന്നി. ഓ, ഞാൻ പോവാ. ആരെയും ശല്യപ്പെടുത്തുന്നില്ല. നീ വന്നോ? ഇല്ല, ഞാൻ ഊളമ്പാറക്ക് പോയി. അടഞ്ഞവിടെ കിടന്നോളാം. അങ്ങോട്ട് കൂടി നിർത്തടി. സമാധാനം. ദേവട്ട് കിടന്നില്ലേ? ദേവട്ട് പോയി കിടക്ക്. ദേവേട്ടോ,
അമ്മ, ഞാൻ കാരണം എല്ലാവരും ഇപ്പൊ എന്റെ കുഞ്ഞു. എന്താ അമ്മ എനിക്ക് മാത്രം ഇങ്ങനെ? ദേവ, നീയല്ല അക്കുവിന്റെ മരണത്തിന് കാരണം. അത് അക്കുവിന് നിന്നോട് പറയണമെന്നുണ്ടായി. ആ ടൈമിൽ നീ കോമയിലായിരുന്നു ദേവ. ബട്ട് നീ മറന്നുപോയ ഒരാളുണ്ട്. നിന്റെ മനസ്സിൽ നിന്ന് നീ മറന്നുപോയ ഒരാൾ. അപ്പു, ദേവന്റെ മാത്രം അപ്പു.